ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സുഹൃത്തുക്കളെ. ഓണമായിട്ട് പടക്കമൊന്നും പൊട്ടിച്ചില്ല എന്നുള്ള വിഷമം നിങ്ങളെ അലട്ടുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗീതു മോഹൻദാസ് നമുക്ക് വേണ്ടിയിട്ട് നല്ലൊരു അമിട്ട് ഗുണ്ട് എന്നിങ്ങനെ എല്ലാ സാധനങ്ങളും ചേർത്ത് വെച്ച് ഒരു അമിട്ട് ഇറക്കിയിട്ടുണ്ട്. എന്റെ പൊന്നളിയ ടോക്സിക് മൂവി കണ്ടിട്ട് വന്നതേ ഉള്ളൂ. ഡയറക്റ്റഡ് ബൈ ഗീതു മോഹൻദാസ്, രാഘവ വിനയ്, ശിവഗംഗ, യാഷ്, ഇങ്ങനെ കുറച്ചധികം ആൾക്കാരെല്ലാം കൂടെ ചേർന്ന്. യാഷു ഇതിനകത്തുണ്ടോ എന്റെ പൊന്നളിയ? അപ്പൊ എല്ലാവരും കൂടെ ചേർന്നാണ് പടം എഴുതിയിട്ടുള്ളത്. യാഷ്, നയൻതാര, കിയാറ അദ്വാനി, പിന്നെ അങ്ങനെ കുറെ അധികം ആൾക്കാരുണ്ട്. സുദേവ് നായരുണ്ട് മലയാളത്തിൽ നിന്ന്. അങ്ങനെ കുറെ അധികം ആൾക്കാരെല്ലാം അഭിനയിച്ചു വരുന്ന ഒരു ഫെയറി ടെൽ മൂവിയാണ് സുഹൃത്തുക്കളെ ടോക്സിക്. എന്തുവാടെ എടുത്തു വെച്ചേക്കുന്നത്? എന്ത് സാധനമാണത്? എടേ 3 മണിക്കൂർ ഇരുന്ന് ചത്ത ശവം പോലെ ഇരിക്കുവായിരുന്നു. ആൾക്കാർ വന്നവരും പോയവരും നിന്നവരും എല്ലാരും കിടന്നുറക്കമായിരുന്നു. സീരിയസ്ലി വെളുപ്പാങ്കാലത്ത് എണ്ണിച്ച് പോയിട്ട് 6 മണിക്ക് കയറി പടവാണ്. ഈ സാമാനം ഉണ്ടാക്കാനാണ് ഈ 4 വർഷമൊക്കെ എടുത്തത്. KGF 2 കഴിഞ്ഞിട്ട് യാഷിന്റെ ഒരു പടത്തിന് വേണ്ടി നമ്മളെല്ലാരും വെയിറ്റിംഗ് ആണ്. കാരണം അതുപോലൊരു സാധനം ഒരു ഇമ്പാക്ട് തന്നിട്ടല്ലേ പുള്ളി പോയത്. അപ്പം അതുപോലൊരു പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പം ഇമ്മാതിരി കുറച്ച് സാധനമാണ് തന്നേക്കുന്നത്. അത് ഞാൻ കണ്ടത് മലയാളം ഡബ്. എന്റെ പൊന്നേ, എടേ സീരിയസ്ലി ഞാൻ പറയുക, നിങ്ങൾ കാണാൻ പോകുന്നവരാണെങ്കിൽ ഇനി മലയാളം ഡബിന് കയറരുത്. വേഴ്സ്റ്റ് ഡബ്ബാണ് മലയാളം. വേഴ്സ്റ്റ് ഡബ്ബാണ്. നിങ്ങൾ തമിഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ലാംഗ്വേജ് നിങ്ങൾ എടുത്ത് കാണുന്നതായിരിക്കും ബെറ്റർ. മലയാളം ഈസ് നോട്ട് ഗുഡ്. ഭയങ്കര ശോകമാണ്. ഡബ്ബ് ശോകം, മൂവി ശോകം, സ്ക്രീൻ പ്ലേ ശോകം, എല്ലാം കൊണ്ടും. കാശ് മുടക്കി കുറച്ച് VFXന്റെ ഒക്കെ പരിപാടി ചെയ്തിട്ടുണ്ട്. അതൊക്കെ നൈസാണ്. വിഷ്വലി ഭയങ്കര രസമാണ് പടം കാണാൻ. ഭയങ്കര ഒരു ലക്ഷറി ഫീൽ ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും ഇറ്റ്സ് നോട്ട് ഗുഡ്. ഐ മീൻ മൂവി ഈസ് നോട്ട് ഗുഡ്. അതാണ് ഭയങ്കര യാഷ് ആക്ച്വലി ഇതിനകത്തൊരു പ്ലേ ബോയ് ആണ്. പുള്ളി ആദ്യം തൊട്ട് അവസാനം വരെ പുള്ളിക്ക് പുള്ളിയുടെ കളികൾ മാത്രം. അങ്ങനെയുള്ളൊരു സാധനമാണ് ഇതിനകത്ത്. ഇടയ്ക്ക് നയൻതാരയുടെ ഒരു ക്യാരക്ടർ, പിന്നെ അതുപോലെ തന്നെ കിയാറയുടെ ഒരു ക്യാരക്ടർ, അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ വന്നു പോകുന്നു. പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കൊരു വമ്പൻ ട്വിസ്റ്റ്. ഇത് അങ്ങനല്ല, ഇത് ഇങ്ങനെയാണ്, ഇത് ആ ആളല്ല ഈ ആള് എന്നൊക്കെ പറഞ്ഞ വേറൊരു വമ്പൻ ട്വിസ്റ്റും കാര്യങ്ങളും. 3 മണിക്കൂറൊന്നും ഈ പടം വേണ്ട. 1 മണിക്കൂർ മാക്സിമം കട്ട് ചെയ്ത് എത്രത്തോളം കളയോ അത്രത്തോളം കളഞ്ഞ് 1 മണിക്കൂറൊക്കെ ഈ പടം ഇറക്കാവരുത്. കാരണം 1 മണിക്കൂറൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ പിടിച്ചിരിക്കാം. 3 മണിക്കൂർ വെളുപ്പാങ്കാലത്ത് പോയി ഉറക്കം കളഞ്ഞിരിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയാണോ? എന്താണ് കാണിച്ചു വെച്ചാൽ, അല്ലെ എന്താണ് ഇവർ ഉദ്ദേശിച്ചത്? ഗീതു മോഹൻദാസ് എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഓണമായിട്ട് നല്ല കിടുക്കുന്ന ഒരു ഗുണ്ടിട്ട് തന്നിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ, താല്പര്യം ഉള്ളവരാണെങ്കിൽ മാത്രം പോയി കാണാം. പിന്നെ അതുപോലെ വേറെ കാര്യം, ക്ലൈമാക്സ് ഫൈറ്റിനകത്ത് നമ്മുടെ PUBG ആ സാധനം എടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് ഒരു ഫ്ലൈറ്റ് വരുന്നു, ഫ്ലൈറ്റിൽ നിന്ന് കുറെ ആൾക്കാർ പാരച്യൂട്ടൊക്കെ ചാടുന്നു. എനിക്കിത് കണ്ടപ്പോൾ കറക്റ്റ് PUBG എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ PUBG അങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ ഇതിനകത്തോട്ട് അവർ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണാനായിട്ടും പിന്നെ യാഷിന്റെ കുറെ തുണിയില്ലാത്ത പെർഫോമൻസ് കാണാനായിട്ടും, പിന്നെ അതുപോലെ ഗേൾസുമായിട്ടുള്ള ഡിങ്കോളാഫി കാണാനൊക്കെ നിങ്ങൾക്ക് റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് ടോക്സിക് എന്ന് പറയുന്ന മൂവി. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം ഗൈസ് വൺസ് അഗെയിൻ. അപ്പം അത്രേ ഉള്ളൂ. അപ്പം അതൊക്കെയാണ് എനിക്ക് ടോക്സിനെ പറ്റി പറയാനുള്ളത്. വേറെ ഒന്നുമില്ല, വേറെ നല്ലതൊന്നും പറയാനില്ലടേ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, രവി ബസൂർ, എൻ്റെ പൊന്നണ്ണ, നിങ്ങളെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ KGFനകത്തൊക്കെ നമുക്ക് തന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടുക്കെന്ന് പറഞ്ഞാൽ കിടുക്കനാണ് നമുക്ക്. എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവൽ ഓഫ് മ്യൂസിക് നമ്മൾ അതുവരെ കേട്ടിട്ടില്ല. പക്ഷെ അണ്ണൻ ആ ഒരു സാധനം തന്നെയാണ് അണ്ണൻ അങ്ങു തൊട്ട് ഇങ്ങു വരെ എല്ലാ പടത്തിലും പിടിച്ചേക്കുന്നത്. എല്ലാ പടത്തിലും അത് മാറ്റേണ്ട നേരം കഴിഞ്ഞു. കാരണം ഈ നായകൻ വരുമ്പോൾ ഈ സാധനം തന്നെയാണ് അണ്ണൻ അന്നോട്ട് പിടിക്കുന്നത്. ഇത് മാറ്റണം. നായകൻ സംസാരിക്കുമ്പോൾ ഫൈറ്റ് ചെയ്യുമ്പോൾ നടക്കുമ്പോഴും ഓടുമ്പോഴും അണ്ണന്റെ ഇത് കാരണം പറയുന്നതൊന്നും കേൾക്കുന്ന പോലുമില്ല. ഭയങ്കരമായിട്ട് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. ഒന്നെങ്കിൽ അവിടെ ഡയലോഗ് വെക്കല്ല, അല്ലെങ്കിൽ ഡയലോഗ് ഉള്ളിടത്ത് കുറച്ച് മിനിമൽ ആയിട്ടെങ്കിലും ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം. അതോടൊന്ന് പറയാൻ വിട്ടുപോയി. അപ്പം വൺസ് അഗൈൻ ഹാപ്പി ഓണം. അത്രേ ഉള്ളൂ. ബൈ.